ഇവിടെ പോവാ കിട്ടുന്നത്? റോസ്. ഇവിടെ മുല്ല. ഇവിടെ ജമന്തി. എന്റെ പേര് വൈശാഖ് എന്നാണ്, ഞാനൊരു മെന്റലിസ്റ്റ് ആണ്. ബ്രോയുടെ പേരെന്താണ്? പ്രശാന്ത്. ബ്രോ? അക്ഷയ്. നമുക്ക് ഒരു ചെറിയൊരു മെന്റലിസ്റ്റ് എഫക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഇഷോബി, ജസ്റ്റ് ഞാൻ പറയുന്ന കാര്യം മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ മൂന്നുപേരും കൂടി ഒരു ചെറിയ ടൂർ പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ്, നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ് ഒരു ടൂർ പോകുന്നത്. ഓക്കെ, ഒരു ഗാർഡനിലൊരു ടൂർ പോകുന്നു. നിങ്ങൾക്കവിടെ അതിവിശാലമായിട്ടുള്ള ഒരു വലിയ പൂന്തോട്ടം കാണാൻ പറ്റും. ഒരുപാട് പൂക്കളുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ നടക്കുന്നു. അപ്പോൾ ഒരുപാട് വെറൈറ്റി പൂക്കൾ അവിടെ കാണുന്നുണ്ട്. ഇഷോപ്പിക്ക് ഇഷ്ടമുള്ള ഏതോ ഒരു സുഗന്ധമുള്ള ഒരു പൂ ഇങ്ങനെ ഇടതുവശത്ത് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, ഇടത് കൈ കൊണ്ട് ആ പൂ പറിക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തേ. പറിച്ചോ? അതിൻ്റെ ഒരു ഇതളെടുത്തേ, അത് വലത് കയ്യിലേക്ക് ആ ഇതളൊന്ന് വെച്ചേ. ഓക്കെ, എന്നിട്ട് ആ പൂവങ്ങ് കളഞ്ഞോ. ജസ്റ്റ് കൈ ഒന്ന് നന്നായിട്ട് റബ്ബ് ചെയ്തേ. ഏതായിരുന്നു ആ പൂവ്? റോസ്. വിചാരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? ബിഷോപ്പിയുടെ കയ്യിൽ ആ റോസിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ടോ? ബ്രോ ഇഷ്ടപ്പെട്ട ഒരു പൂ പറഞ്ഞേ? മുല്ല. അതേ കൈ ബ്രോ മണക്കുകയാണെങ്കിൽ മുല്ലപ്പൂവിന്റെ സ്മെല്ല് കറക്റ്റായിട്ട് കിട്ടും. കിട്ടുന്നുണ്ടോ? ഇവിടെ റോസാപ്പൂവിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ടോ? ബ്രോ, ഇത് രണ്ടും അല്ലാതെ വേറെ പൂ മനസ്സിൽ വിചാരിച്ചേ. സുഗന്ധമുള്ള മറ്റൊരു പൂ വിചാരിച്ചേ. ഏതാ? ജമന്തി. ആ കൈ ഇവിടെ മണക്കാൻ കൊടുത്തേ. ജമന്തി പൂവിന്റെ സ്മെല്ല് കറക്റ്റാ കിട്ടും. കിട്ടുന്നുണ്ടോ? ഇവിടെ പോവാ കിട്ടുന്നത്? റോസ്. ഇവിടെ മുല്ല. ഇവിടെ ജമന്തി. പൂവിന്റെ സ്മെല്ല് കറക്റ്റാ കിട്ടുന്നുണ്ടോ? ഇതാണ് മെന്റലിസം എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്?